നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട്. എയിംസ് വരിക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ആളുകളോട് വീണ്ടും വീണ്ടും ആണയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭൂമി എടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് എയിംസ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ കോഴിക്കോട് കിനാരൂരിൽ 150 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് എടുത്തു കൊടുക്കാമെന്ന് ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെന്താണ് കുഴപ്പം? അത്രയും സ്ഥലം പോരെന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം അല്ലെങ്കിൽ നിലപാട്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയോ സുരേഷ് ഗോപിയോ പറയുന്നിടത്ത് സ്ഥലമെടുത്തു കൊടുക്കാൻ സാധിക്കുമോ കേരളം പോലൊരു സ്ഥലത്ത്? ഇനി കിനാലൂർ സംബന്ധിച്ച നിർദ്ദേശം തൃപ്തികരമല്ലെങ്കിൽ അനുയോജ്യമായ ഭൂമി കണ്ടെത്തിയാൽ അവിടെയും സ്ഥാപിക്കുമെന്നും അതിനായി ഇത്ര കോടി രൂപ നീക്കി വയ്ക്കുന്നുവെന്നും പറയാവുന്നതേ ഉള്ളൂ. അമരാവതിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തലസ്ഥാന നഗരത്തിന് വേണ്ടി 15,000 കോടി മാറ്റിവെക്കുന്ന ഒരു സർക്കാരിന്, കേരളത്തിന്, പാവപ്പെട്ട കേരളത്തിന്, BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്ത കേരളത്തിന് ഒരു എയിംസിനെങ്കിലും അതിനാവശ്യമായ പണമെങ്കിലും നീക്കി വെക്കാമായിരുന്നു. അതുപോലും ഗവൺമെൻറ് ചെയ്തില്ല, സീതാരാമൻ ചെയ്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അവരുടെ ഒരു ദേശീയ പദ്ധതിയിൽ കേരളത്തിന് കാര്യമായ സ്ഥാനമൊന്നുമില്ല. അവിടുന്ന് 1-2 സീറ്റ് ജയിച്ചാൽ സന്തോഷം. അതിനപ്പുറത്ത് കേരളത്തെ ആ പാർട്ടി ഇതുവരെ, ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതപര്യന്തം ഗൗനിച്ചതായി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ ചില കടലാസൊക്കെ എഴുതി കൊടുക്കും. അതൊക്കെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വായിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല. പ്രധാനമന്ത്രി മോദിയും അമിത്ഷയും ചേർന്നൊരു ഭൂപടം വരയ്ക്കും, ഇന്ത്യയുടെ ഭൂപടം. അതിനപ്പുറത്തേക്ക്, ആ ഭൂപടത്തിനപ്പുറത്തേക്ക് നിർമ്മല സീതാരാമനൊന്നും ചെയ്യാനാവില്ല. അവർക്കറിയാം കേരളം എന്നൊരു സംസ്ഥാനം അവരുടെ ജന്മദേശത്തിന് തൊട്ട് അയൽപക്കത്തുണ്ട് എന്നറിയാം. പക്ഷേ ആ ഭൂപടമാണ് പ്രധാനം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനാവില്ല. ആ ഭൂപടത്തിൽ കേരളം ഒട്ടില്ലതാനും. അതുകൊണ്ട് ദയവായി പറയുകയാണ്, ഇതൊന്നും നമ്മുടെ സുരേഷ് ഗോപിയുടെയോ അല്ലെങ്കിൽ ജോർജ് ആൻ്റെയോ ഒന്നും പരാജയമല്ല. പാവത്തങ്ങളെ ദയവ് ചെയ്ത് കല്ലെറിയരുത്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ബജറ്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ രേഖയാണ്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ സർക്കാരുള്ളൂ. സർക്കാരുണ്ടെങ്കിൽ മാത്രമേ കസേരയുള്ളൂ. കസേര ഇല്ലാതായാൽ പിന്നെ അധികാരമില്ല. അധികാരമില്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി ബജറ്റ് പോലെയുള്ള കാര്യങ്ങളിലും രാഷ്ട്രീയം കുത്തിച്ചേർത്തേണ്ടി വരും. ആന്ധ്രയ്ക്കും ബീഹാറിനും വലിയ തോതിൽ വാരിക്കോരി കൊടുക്കേണ്ടി വരും. ഇത് രാഷ്ട്രീയമായൊരു നിലനിൽപ്പിന് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, TDPയുടെയും JDUവിൻ്റെയും ആന്ധ്രയിലെയും ബീഹാറിലെയും 2 കക്ഷികളുടെ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത്. അവർ പിന്തുണ പിൻവലിച്ച ആ നിമിഷം ഈ സർക്കാർ ഇല്ലാതാകും. അപ്പോൾ അവർ നൽകുന്ന പിന്തുണയ്ക്ക്, അധികാരത്തിൽ തുടരാൻ അവർ നൽകുന്ന പിന്തുണയ്ക്ക് കൊടുക്കുന്ന കോഴയോ കൈക്കൂലിയോ ആണ് ഈ പ്രത്യേക ആനുകൂല്യങ്ങൾ. ബീഹാറിനും ആന്ധ്രയ്ക്കും നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ. കേരളം പോലൊരു സംസ്ഥാനത്തിന് 5ൻ്റെ തൊട്ട് കൊടുക്കാതെ ഇരിക്കുമ്പോൾ കോടാനുകോടി രൂപ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ ധാരാളം ചർച്ച ചെയ്തതാണ്. ഈ 2 സംസ്ഥാനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത് ഈ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇതൊരു തരം രാഷ്ട്രീയ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞങ്ങൾക്കിത് വേണം, ഞങ്ങൾക്ക് പ്രത്യേക പദവികൾ വേണം, ഞങ്ങൾക്ക് പ്രത്യേക പദ്ധതികൾ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സർക്കാരിനെ താഴെ വീഴിക്കും. ആ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങുകയാണ് ഇപ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബീഹാർ, ആന്ധ്ര എന്ന് പറഞ്ഞിട്ടോ, നായിഡു, നിതീഷ് കുമാർ ഡെവലപ്മെൻറ്റ് അജണ്ട എന്ന് ആക്ഷേപിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ദൈവം ചമഞ്ഞ് നടക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയായിട്ടല്ലാതെ ഇന്ത്യയിൽ ജീവിക്കാനാവുമോ? ഒരു മുൻ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന് ഇന്ത്യയിൽ കഴിയാനാവുമോ? അപ്പോൾ ഇതൊക്കെ വേണ്ടി വരും. ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുക്കേണ്ടി വരും. അതിനെയൊന്നും എതിർക്കാൻ വന്നാൽ ഞങ്ങൾ അതിന് ലവലേശം പരിഗണന നൽകാൻ പോകുന്നില്ല. ഇത് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ സർക്കാരിൻ്റെ നിലനിൽപ്പിന്, ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യണമോ അത് ബജറ്റിന് ഉപയോഗിക്കണമോ എങ്കിൽ അങ്ങനെയും ചെയ്യുക തന്നെ ചെയ്യും. ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ധനമന്ത്രി നിർമ്മലാമ്മ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായം, വലിയ തോതിലുള്ള സാമ്പത്തിക പദ്ധതികൾ, പാക്കേജുകൾ പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനമാണ്.
വെറും 230 സീറ്റ് മാത്രമുള്ള പ്രതിപക്ഷത്തിന് ഇതിനെ വിമർശിക്കാൻ അവകാശമില്ലെന്ന്. എന്തൊരു ധിക്കാരവും ധാർഷ്ട്യവുമാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ 230 സീറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണോ? 230 അംഗങ്ങൾ പ്രതിപക്ഷത്തുണ്ട്. ഈ പ്രസ്താവനയിലൂടെ ധനമന്ത്രി ചെയ്തിരിക്കുന്നത് ആ 230 അംഗങ്ങളെ, പ്രതിപക്ഷ അംഗങ്ങളെ ജയിപ്പിച്ചു വിട്ട മണ്ഡലങ്ങളിലെ ജനങ്ങളെ അപമാനിക്കലാണ്. ഇതാരാണ് പറയുന്നത്? സ്വന്തമായ ഭൂരിപക്ഷം പോലും ലോക്സഭയിൽ ഇല്ലാത്ത ഒരു പാർട്ടിയുടെ ധനകാര്യ മന്ത്രിയാണ് പറയുന്നത് ഈ 230 സീറ്റുള്ളവർക്ക് വിമർശിക്കാൻ അധികാരമില്ലെന്ന്. അധികാരത്തിൽ തുടരാൻ വേണ്ടി അല്ലെങ്കിൽ കസേര നിലനിർത്താൻ വേണ്ടി 2 സംസ്ഥാനങ്ങൾക്ക് പൊതു ഖജനാവിൽ നിന്ന് കോടാനുകോടികൾ എടുത്ത് നൽകിയ ഒരു ധനമന്ത്രിയാണ് പറയുന്നത് ഈ 230 അംഗങ്ങളുള്ള പ്രതിപക്ഷത്തിന് വിമർശിക്കാൻ അധികാരമില്ലെന്ന്. എന്തൊരു ധാർഷ്ട്യം, എന്തൊരു ധിക്കാരമാണിത്, എന്തൊരു അഹങ്കാരമാണിത്. നിർമ്മല സീതാരാമൻ ഒരു BJP ആണെന്നുള്ള കുറ്റം മാത്രമേ ഇതുവരെ കണ്ടിരുന്നുള്ളൂ. അല്പം അഹങ്കാരം. ഇപ്പോൾ അസാരം വിവരക്കേടുമുണ്ടെന്ന് ഈ പ്രസ്താവനയിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ്.